ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലും ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അഗണ്യമാംവിധം അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അലം നജ്അലിൽ അർദ കിഫാത അഹ്യാഅൻ വ അംവാത. ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളും വിധം, അവർക്കൊക്കെ മതിയാകും വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. മരിച്ച് ജീവനറ്റവർ അവരെ ഈ ഭൂമി ഉൾക്കൊള്ളുന്നു, ജീവിച്ചിരിക്കുന്നവർ അവരെയും ഈ ഭൂമി ഉൾക്കൊള്ളുന്നു. അവർക്ക് അവരുടെ ജീവിതം സുസാധ്യമാം വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണമറ്റ അനുഗ്രഹങ്ങളെ വിധാനിച്ച് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി. ഭൂമിയുടെ നിർമ്മാണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോഹങ്ങൾ കണക്കെ അല്ലെങ്കിൽ ഗ്ലാസ് കണക്കെ ഭൂമിയെ സൃഷ്ടിച്ചില്ല. ഇവിടെ മണ്ണുണ്ട്, മണലുണ്ട്, പൂഴിയുണ്ട്, ചളിയുണ്ട്, വെള്ളമുണ്ട്, സസ്യലതാദികളുണ്ട്, ശ്വസിക്കാൻ വായുവുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ, അനുഭവിക്കുവാൻ എത്രയെത്ര വസ്തുവകകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിവേദനം ചെയ്തിട്ടുണ്ട്. 6 നാളുകളിലായി അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. പിന്നെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലത് സൃഷ്ടിച്ചു. അതിനെക്കുറിച്ചാണ് തിരുനബി പറയുന്നത്, ഖലഖല്ലാഹു തുർബത യൗമസ് സബ്ത്. ശനിയാഴ്ച ദിവസം അള്ളാഹു മണ്ണിനെ സൃഷ്ടിച്ചു. വഖലഖ ഫീഹൽ ജിബാല യൗമൽ അഹദ്. ഞായറാഴ്ച ദിവസം അള്ളാഹു അതിൽ പർവ്വതങ്ങളെ പടച്ചു. വഖലഖ അശ്ശജറ യൗമൽ ഇസ്നൈൻ. തിങ്കളാഴ്ച ദിവസം വൃക്ഷലതാദികൾ പടച്ചു. വഖലഖൽ മക്രൂഹ യൗമസ് സുലാസ. ചൊവ്വാഴ്ച ദിവസം അനിഷ്ടകരമായ കാര്യങ്ങളെ പടച്ചു. വഖലഖൻ നൂറ യൗമൽ അർബിഅ. ബുധനാഴ്ച ദിവസം പ്രകാശത്തെ പടച്ചു. വബസ്സ ഫീഹ ദവാബ യൗമൽ ഖമീസ്. വ്യാഴാഴ്ച ദിവസം മണ്ണിൽ അള്ളാഹു ജന്തുജാലങ്ങളെ പടച്ചു. വഖലഖ ആദമ അലൈഹിസ്സലാം ബഅദൽ അസ്രി മിൻ യൗമിൽ ജുമുഅത്തി ഫി ആഖിരിൽ ഖൽഖ് ഫി ആഖിരി സഅത്തിൻ മിൻ സഅത്തിൽ ജുമുഅ ഫീമാ ബൈനൽ അസ്രി ഇലൽ ലൈൽ. സൃഷ്ടിപ്പിൻ്റെ അവസാനത്തിൽ വെള്ളിയാഴ്ച അസറിന് ശേഷം അള്ളാഹു ആദമിനെ പടച്ചു അലൈഹിസ്സലാം. വെള്ളിയാഴ്ച അവസാന സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഇவ்விധം സൃഷ്ടിച്ചതിനെ, അതിൽ അനുഗ്രഹങ്ങളെ അനുഭവങ്ങളെ ഒരുക്കിയതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എണ്ണുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വസിക്കാൻ ഇടം വേണം, ജീവിക്കാൻ കാലവും വേണം. വസിക്കുവാനുള്ള ഇടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തുടക്കത്തിൽ ഉണർത്തിയതെന്ന് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിക്കും.